Next one. Consider these statements. Consider these statements. All lions are fierce. Some lions do not drink. Some fierce creature do not drink coffee. Consider this statement. All lions are fierce. Some lions do not drink coffee. Some fierce creatures do not drink coffee. The first two are called premises, and the third is called the conclusion. The entire set is called an argument. ഈ മൂന്നെണ്ണം കൂടെ കൂടുമ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. The entire set is called an argument. Let P of x, Q of x and R of x be the statements. X is a lion. Second, X is fierce. And X drinks coffee. Respectively. Assuming that the domain consists of all creatures, express the statements in the arguments using quantifiers and P of x, Q of x and R of x. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഓൾ ലയൺസ് ആർ ഫിയേഴ്സ്, സം ലയൺസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി, സം ഫിയേഴ്സ് ക്രിയേച്ചേഴ്സ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പം ലയണുകളെല്ലാം ഫിയേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ചില ലയണുകൾ കോഫി കുടിക്കത്തില്ലെന്നും പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ് സം ഫിയേഴ്സ് ക്രിയേച്ചർ. അപ്പം ലയൺ എന്ന് പറഞ്ഞൊരു ഫിയേഴ്സ് ക്രിയേച്ചർ ആണല്ലോ. ഡു നോട്ട് ഡ്രിങ്ക് കോഫി. ചില ഫിയേഴ്സ് ക്രിയേച്ചറുകൾ കോഫി കുടിക്കാത്തതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷനാണ്. അപ്പം ഈ ആർഗ്യുമെൻറ്റുകളിൽ എങ്ങനെ നമുക്ക് ക്വാണ്ടിഫയേഴ്സും ഈ പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് എ ലയൺ. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഫിയേഴ്സ്. അപ്പോൾ എല്ലാ ലയണുകളും ഫിയേഴ്സ് ആണെന്നാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. അപ്പം ഓൾ ലയൺസ് ആർ ഫിയേഴ്സ് ഫോർ ഓൾ എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഈസ് എ ലയൺ എന്ന് പറഞ്ഞു. അപ്പം ലയൺ ആണെങ്കിൽ അത് ഫിയേഴ്സ് ആണ്. ഓൾ ലയൺസ് ആർ ഫിയേഴ്സ്. ഓൾ ലയൺസ് ആർ ഫിയേഴ്സ് എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫോർ ഓൾ എക്സ് ലയൺ ആണെങ്കിൽ, എക്സ് ഈസ് എ ലയൺ ആണെങ്കിൽ എക്സ് ഫിയേഴ്സ് ആണ്. അപ്പം എക്സ് ഈസ് ഫിയേഴ്സ് നമുക്ക് പറയാം. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ലയൺസ്
are fierce can be represented as for all x. കാരണം ഇവിടെ ഡൊമെയിൻ പറഞ്ഞിട്ടുണ്ട്. ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സാണ്. എല്ലാ ക്രിയേച്ചേഴ്സിൻ്റെ അതിൻ്റെ അകത്ത് അത് ലയൺ ആണെങ്കിൽ ഫോർ ഓളാണ്. അപ്പോൾ ഫോർ ഓൾ ആകുമ്പോൾ നമ്മൾ ഫോർ ഓളിന് ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെന്നല്ലേ പറയണ്ടേ. ഓൾ ലയൺസ് ആർ ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് എ ലയൺ എന്നുള്ളത് പി ഓഫ് എക്സ്. ഇഫ് എക്സ് ഇസ് എ ലയൺ ദെൻ എക്സ് ഇസ് ഫിയേഴ്സ്. എല്ലാ എക്സുകൾക്കും ആ എല്ലാ ക്രിയേച്ചേഴ്സിൻ്റെ അകത്തും അതൊരു ലയൺ ആണെങ്കിൽ, അതാണ് അവിടെ ഓർക്കേണ്ടത്. ഫോർ ഓൾ എക്സ് എന്ന് പറയുന്നത് ഡൊമെയിനിൻ്റെ അകത്ത് എല്ലാ ക്രിയേച്ചേഴ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് ലയൺ ആണെങ്കിൽ അത് ഫിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർ ഓൾ എക്സ് ലയൺ ഇംപ്ലൈസ് ഫിയേഴ്സ് എന്നുള്ളത് എന്താണ്? ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി രണ്ടാമത്തത് സം ലയൺസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. സം ലയൺസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. നമ്മൾ നെഗേഷൻ ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. കാരണം എക്സ് ഡ്രിങ്ക് കോഫി എന്നുള്ളതാണ്. എക്സ് ഡ്രിങ്ക്സ് കോഫി. എക്സ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി എന്ന് വരും. എക്സ് ഡു നോട്ട്. അപ്പം സം ലയൺസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പം സം ആകുമ്പം ദെയർ എക്സിസ്റ്റ് ആണ്. അപ്പം നമുക്ക് സം ലയൺസ് എന്നുള്ളതിന് നമുക്ക് ദെയർ എക്സിസ്റ്റ്. ലയൺ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എക്സ് ആണ്. അപ്പം ലയണുമാണ് കോഫി കുടിക്കാത്തതുമായിട്ട്, അങ്ങനെയല്ലേ വരുന്നത്? ദെയർ ആർ സം ലയൺസ് ദാറ്റ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പം ദെയർ എക്സിസ്റ്റ് സം ലയൺ അല്ലെങ്കിൽ സം ഫിയേഴ്സ് ക്രിയേച്ചർ. ഒരു ഫിയേഴ്സ് ക്രിയേച്ചർ ലയൺ ഉണ്ട് സച്ച് ദാറ്റ് ലയൺ ഡസ് നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പം ലയണുമാണ് അല്ലെങ്കിൽ ഒരു ഫിയേഴ്സ് ക്രിയേച്ചറുമാണ് കോഫി കുടിക്കത്തുമില്ലാത്തതായിട്ടുണ്ട്. അപ്പം എക്സ് ഇസ് എ ലയൺ എന്നുള്ളത് പി ഓഫ് എക്സ്. അപ്പം നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് എക്സ്. സം എന്നുള്ളതിന് ദെയർ എക്സിസ്റ്റ്. പിന്നെന്താ വരുന്നത്? ലയൺ ആണ്, കോഫി കുടിക്കത്തില്ല. ലയൺ എന്നുള്ളത് പി ഓഫ് എക്സ്. എക്സ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി എന്നുള്ളത് നെഗേഷൻ ആർ ഓഫ് എക്സ്. അപ്പം ലയണുമാണ്, കോഫി കുടിക്കത്തുമില്ല. ലയണുമാണ്, കോഫി കുടിക്കത്തുമില്ലാത്ത ഒരെണ്ണമെങ്കിലും ഉണ്ട് എന്നാണ് അവിടെ പറയേണ്ടത്. അപ്പം നമുക്ക് ദെയർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് ആൻഡ് നെഗേഷൻ ആർ ഓഫ് എക്സ് എന്ന് വരും. ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മാറിപ്പോകും. അവിടെ ലയണുകൾ ആണെങ്കിൽ കോഫി കുടിക്കത്തില്ല എന്നുള്ളതല്ല അവിടെ വരുന്നത്. ലയൺ അല്ലാത്തതും അപ്പോൾ വരാമല്ലോ. ഇത് ട്രൂ. ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ആർ ഓഫ് എക്സ് ട്രൂ വരുന്നത്. ഇത് ലയൺ അല്ലാത്തപ്പോഴും ട്രൂ വരും. അപ്പോൾ അതല്ല നമുക്കിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഒരു ലയണെങ്കിലും ഉണ്ട്, കോഫി കുടിക്കാത്തതെന്നുള്ളതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം കോഫി കുടിക്കാത്തതും ലയണുമായിട്ടുള്ള ഒരെണ്ണമെങ്കിലും ഉണ്ട്. അപ്പോൾ അവിടെ ആൻഡാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഇംപ്ലൈസ് ഇട്ടാൽ തെറ്റിപ്പോകും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സം ഫിയേഴ്സ് ക്രിയേച്ചേഴ്സ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പോൾ ഇവിടെ ലൈനിന് പകരം ഫിയേഴ്സ് ക്രിയേച്ചർ ആവുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പി ഓഫ് എക്സ് ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം ഫിയേഴ്സ് ക്രിയേച്ചർ എന്നുള്ളത് ക്യൂ ഓഫ് എക്സ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ്. ഇത് ഓൾറെഡി പറഞ്ഞത് കൊണ്ട് നമുക്ക് ദെയർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ആൻഡ് നെഗേഷൻ ആർ ഓഫ് എക്സ് എന്ന് പറയാം. കാരണം ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ്. സം ലയൺസ് ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പം ലയനാണ് കോഫി കുടിക്കാത്തതുമായിട്ടുള്ളതുണ്ട്, ലയണുമാണ് കോഫി കുടിക്കാത്തതുമായിട്ടുള്ള ഒരാളെങ്കിലും കാണും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ദെയർ എക്സിസ്റ്റ് ലയൺ ആൻഡ് നെഗേഷൻ. ഇനി പറയുന്നത് സം ഫിയേഴ്സ് ക്രിയേച്ചേഴ്സ് കോഫി കുടിക്കാത്തത് കാണും. അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ലയണാണ് കോഫി കുടിക്കാത്തതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പി ഓഫ് എക്സ് ആൻഡ് നെഗേഷൻ ആർ ഓഫ് എക്സ് എടുത്തു. ഇവിടെ നമ്മൾ ഫിയേഴ്സ് ക്രിയേച്ചറാണ് കോഫി കുടിക്കാത്തതുണ്ട്, ക്യൂ ഓഫ് എക്സ് ആൻഡ് നെഗേഷൻ ആർ ഓഫ് എക്സ് എന്ന് വരും. ഇവിടെ നമുക്ക് ഇംപ്ലൈസ് ഇട്ടാൽ തെറ്റിപ്പോകുന്നുള്ളത് ഓർത്തോണം. 25th question. Consider these statements. Of which the first three are premises and the fourth is a valid conclusion and the fourth is a
valid conclusion. All hummingbirds are richly colored. No large birds live on honey. No large birds live on honey. Third one, birds that do not live on honey. Birds that do not live on honey are dull in color. Hummingbirds are small. Fourth one, hummingbirds are small. Let P of x, Q of x, R of x and S of x. Let P of x, Q of x, R of x and S of s be the statements X is a hummingbird, X is large, X lives on honey, and X is richly colored. Respectively. Assuming that the domain consists of all birds express the statements in the argument using quantifiers and P of x, Q of x, R of x and S of x. അപ്പം നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ P of x എന്ന് പറയുന്നത് X ഈസ് എ ഹമ്മിങ് ബേർഡ്, Q of x എന്ന് പറയുന്നത് X ഈസ് ലാർജ്, R of x X ലീവ്സ് ഓൺ ഹണി ആൻഡ് S of x X ഈസ് റിച്ച്ലി കളേർഡ് എന്നുള്ള. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഓരോന്ന് യൂസ് ചെയ്യാമെന്ന്. അപ്പം ആദ്യത്തേത് ഓൾ ഹമ്മിങ് ബേർഡ്സ് ആർ റിച്ച്ലി കളേർഡ്. ബേർഡ്സ് ആർ റിച്ച്ലി കളേർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചതാണ്. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ആർ റിച്ച്ലി കളേർഡ് എന്നുള്ളത് എക്സ് ഈസ് റിച്ച്ലി കളേർഡ് എന്നുള്ളത് എസ് ഓഫ് എക്സ് ആണ്. ഇനി എക്സ് ഈസ് എ ഹമ്മിങ് ബേർഡ് എന്നുള്ളത് പി ഓഫ് എക്സ് ആണ്. അപ്പം പി ഓഫ് എക്സും എസ് ഓഫ് എക്സും ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾ ആണ്, ഉള്ള എല്ലാ ഹമ്മിങ് ബേർഡ്സും ആണ് വന്നേക്കുന്നത്. ഡൊമെയിൻ്റെ അകത്ത് എല്ലാ ബേർഡുകളും ഉണ്ട്. നമ്മൾ ഹമ്മിങ് ബേർഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. എല്ലാ ഡൊമെയിൻ്റെ അകത്തെ എക്സുകളിൻ്റെ അകത്ത്
ഹമ്മിങ് ബേർഡ്സ് ആണെങ്കിൽ അത് റിച്ച്ലി കളേർഡ് ആണ്. ഹമ്മിങ് ബേർഡ്സ് എന്നുള്ളത് പി ഓഫ് എക്സ്, റിച്ച്ലി കളേർഡ് എന്നുള്ളത് എസ് ഓഫ് എക്സ്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കി ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം ലയണിൻ്റെ ഓൾ ലയൺസ് ആ ഫിയേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ വന്നേക്കുന്നത്. ഡൊമൈൻ്റെ അകത്ത് എല്ലാ ബേർഡുകളും ഉണ്ട്. അതിൻ്റെ അകത്തെ ഹമ്മിങ് ബേർഡ്സ് ആണെങ്കിൽ അത് ഹമ്മിങ് ബേർഡ്സ് ആർ റിച്ച്ലി കളേർഡ് എന്ന് പറയുമ്പോൾ ഇഫ് ഹമ്മിങ് ബേർഡ്സ് ദെൻ റിച്ച്ലി കളേർഡ് എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അത് ഫോർ ഓൾ എക്സ്. ഹമ്മിങ് ബേർഡ് ആണെങ്കിൽ, ഹമ്മിങ് ബേർഡ് എന്നുള്ളത് പി ഓഫ് എക്സ് ആണെങ്കിൽ അത് റിച്ച്ലി കളേർഡ് ആണ്. ആ റിച്ച്ലി കളേർഡ് എന്നുള്ളത് എസ് ഓഫ് എക്സ്. ഇനി രണ്ടാമത്തേത് നോ ലാർജ് ബേർഡ്സ് ലീവ് ഓൺ ഹണി. നോ ലാർജ് ബേർഡ് ലീവ്സ് ഓൺ ഹണി. അപ്പം നോ ലാർജ് ബേർഡ് ലീവ്സ് ഓൺ ഹണി. അപ്പം നെഗേഷനാണ്. ലാർജ് ബേർഡ്സ് ലീവ് ഓൺ ഹണിയുടെ നെഗേഷനാണ് അല്ലേ. നോ ലാർജ് ബേർഡ്സ് ലീവ്സ് ഓൺ ഹണി എന്നാണ്. അപ്പം ലാർജ് ബേർഡ്സ് എന്നുള്ളത് എക്സ് ഈസ് ലാർജ് എന്നുള്ളത് എന്താ നമ്മുടെ ക്യൂ ഓഫ് എക്സ്. ലീവ്സ് ഓൺ ഹണി എന്നുള്ളത് ആർ ഓഫ് എക്സ്. അപ്പം ആരും ഒരു ലാർജ് ബേർഡ് പോലും ഹണി ജീവിക്കുന്നില്ല. അപ്പം നമുക്ക് നോ ലാർജ് ബേർഡ് എന്ന് പറയുമ്പോൾ നോ ആകുമ്പോൾ നെഗേഷനാണ്. അപ്പം നമുക്ക് നെഗേഷൻ ഓഫ് എന്താണ് നോ ആണ്, ആരുമില്ല. അപ്പം ദേർ എക്സിസ്റ്റ് എന്നുള്ള ഒരാൾ പോലും ഇല്ല. അപ്പം ദേർ എക്സിസ്റ്റ് എന്നുള്ളതിൻ്റെ നെഗേഷനാണ്. നോ ലാർജ് ബേർഡ്സ്. ലാർജ് എന്നുള്ളത് ക്യൂ ഓഫ് എക്സ്. ലാർജുമാണ്, ഹണിയിൽ ജീവിക്കുന്നതുമായിട്ട് ആരുമില്ല. അപ്പോൾ ലാർജ് ആൻഡ് ഹണി എന്നുള്ളത് നമ്മൾ ആൻഡ് ഇടുക. അതിൻ്റെ നെഗേഷനാണ്. ഒരാൾ പോലുമില്ല, ഒരു ലാർജ് ബേർഡ് പോലുമില്ല ഹണിയിൽ ജീവിക്കുന്നത്. നോ ലാർജ് ബേർഡ്സ് ലീവ് ഓൺ ഹണി. അപ്പം ലാർജ് ബേർഡ് ആണ് ഹണിയിൽ ജീവിക്കുന്നതുമായിട്ടുള്ളത് ഒരാൾ പോലും ഇല്ല എന്നാണ്. അപ്പം ദെയർ എക്സിസ്റ്റൻസിൻ്റെ നെഗേഷനാണ് അവിടെ വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി ആർ ഡൾ ഇൻ കളർ. Birds that do not live on honey are dull in color. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ്. നമ്മുടെ മുമ്പത്തെ പോലെ തന്നെ ഓൾ ഹമ്മിങ് ബേർഡ്സ് ആർ റിച്ച്ലി കളേർഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഡു നോട്ട് ലീവ് ഓൺ ഹണി എന്നുള്ളത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് ആർ ഡൾ ഇൻ കളറാണ്. അപ്പോൾ എങ്ങനെയാണ് ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് നമ്മൾ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി എന്നുള്ളത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എടുത്താൽ അത് ഡൾ ഇൻ കളർ എന്നാണ് വരുന്നത്. അപ്പം ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി, ലീവ് ഓൺ ഹണി എന്നുള്ളത് നമ്മുടെ ആർ ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ അല്ലേ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി എന്നുള്ളത്. അപ്പോൾ നെഗേഷൻ ഓഫ് ആർ ഓഫ് എക്സ്. അപ്പം ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി എന്നുള്ളത് ബേർഡ്സ് ഡു നോട്ട് ലീവ് ഓൺ ഹണി എന്നുള്ളത് നെഗേഷൻ ആർ ഓഫ് എക്സ്. ആർ ഡൾ ഇൻ കളർ. അങ്ങനെയാണ് എങ്കിൽ അത് ഇംപ്ലൈസ് ഡൾ ഇൻ കളർ. ഡൾ ഇൻ കളർ. അപ്പോൾ റിച്ച്ലി കളേർഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ വന്നേക്കുന്നത്. റിച്ച്ലി കളേർഡ് എന്നുള്ളത് എസ് ഓഫ് എക്സ്, അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എസ് ഓഫ് എക്സ്. അപ്പം ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ലീവ് ഓൺ ഹണി ആർ ഡൾ ഇൻ കളർ എന്ന് പറയുമ്പം ഈ എക്സുകളിൻ്റെ അകത്തെ നമ്മൾ മുമ്പേ ലയൻ്റെ കേസിൽ ഫോർ ഹമ്മിങ് ബേർഡ്സ് ആർ റിച്ച്ലി കളേർഡ് എന്ന് പറയുമ്പം ഹമ്മിങ് ബേർഡ്സ് ആണെങ്കിൽ റിച്ച്ലി കളേർഡ് ആണ്. അതുപോലെ ഡു നോട്ട് ലീവ് ഓൺ ഹണി ആണെങ്കിൽ ഡൾ ഇൻ കളറാണ്. അപ്പം ലീവ് ഓൺ ഹണി എന്നുള്ളത് നമ്മൾ ആർ ഓഫ് എക്സ് ആവാം. ഡു നോട്ട് ലീവ് എന്നുള്ളത് നെഗേഷൻ ആർ ഓഫ് എക്സ്. ഡൾ ഇൻ കളർ എന്നുള്ളത് റിച്ച്ലി കളേർഡിൻ്റെ നെഗേഷൻ. അപ്പോൾ നമുക്കത് ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് ആർ ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് എസ് ഓഫ് എക്സ് എന്ന് വരും. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ഹമ്മിങ് ബേർഡ്സ് ആർ സ്മോൾ. അത് ഇത് നോക്കി നിങ്ങൾക്ക് പറയാനുള്ളതേ ഉള്ളൂ. എന്താണ് ഹമ്മിങ് ബേർഡ്സ് എന്നുള്ളത് പി ഓഫ് എക്സ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലൈസ് ആണല്ലോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ആർ സ്മോൾ എന്നാണ്, നമുക്ക് ലാർജ് എന്നുള്ളതാണ് നമ്മുടെ ക്യൂ ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ ക്യൂ. നമുക്ക് സ്മോൾ ആണ്, അപ്പം ലാർജ് എന്നുള്ളതിൻ്റെ നെഗേഷൻ. അപ്പോൾ നമുക്ക് അത് നെഗേഷൻ ക്യൂ ഓഫ് എക്സ് എന്ന് വരും. ഇതാണ് വരുന്നത്.